അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഇന്ന് ഒന്ന് രണ്ട് വീഡിയോ കാണിക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പ് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അത് നിഷ്പക്ഷരായി അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപകാരപ്പെടും. ശാരീരികമായി കുറച്ച് പ്രശ്നം പ്രയാസത്തിലൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് മൗനം പാലിച്ചിരിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഈ ദേവത്വമായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം നന്മ കൽപ്പിക്കണം, തിന്മ തടയണം, അത് വിരോധിക്കണം, അതിനെതിരെ ശക്തമായിട്ട് നമ്മൾ പോരാടണം. അത് ധാർമ്മികമായ കടമയാണ്, നമ്മുടെ കടമയാണത്. അപ്പോൾ അതിനൊരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറല്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശാരീരികമായിട്ട് കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ ദേവത്ത് അത് നമുക്ക് സാധ്യമാവുന്ന രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ മുടങ്ങാതെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനിങ്ങനെ ജനങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അതിൻ്റെതായ ഫലം കാണുന്നുമുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഞാൻ ഒരു വീഡിയോ കാണിക്കുന്നു. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയാം. അതായത് അള്ളാഹു നമ്മോട് സൂചിപ്പിച്ചിട്ടുള്ളത്, പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, അള്ളാഹു റസൂൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ്. അള്ളാഹു അല്ലാത്തവരോട് നമ്മൾ ആരും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അതിൻ്റേതായിരിക്കുന്ന കാരണങ്ങൾ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല. ഇവർക്ക് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനാണ് കൂടുതൽ താല്പര്യം. അവർ KSRTC ബസ് പോലെ എന്നൊക്കെ അവർ ഉദാഹരണം പറയൽ. ഇതാണ് ഇവരുടെ കോലം. അതായത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് KSRTCയിൽ പോകുന്നത് പോലെയാണ്. ആ സമയം അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാരോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിലോ അത് ലിമിറ്റഡ് സ്റ്റോപ്പ് എക്സ്പ്രസ്സിലൊക്കെ പോകുന്നത് പോലെയാണ്. അതായത് പെട്ടെന്ന് കിട്ടും. അതിന് ഉദാഹരണം പറയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ എങ്ങനെ പൊളിച്ച് കളയുന്നത് എന്നുള്ള വ്യക്തമായ ഉദാഹരണമാണ് ഇപ്പോൾ KSRTCയും സൂപ്പർ ഫാസ്റ്റൊക്കെ ആയിട്ട് പിന്നെ വരുന്നത്. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറയാനുള്ള കാരണം എന്നുള്ള വിഷയത്തിനെ ആസ്പദമാക്കി 10 ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ. നിങ്ങൾക്കത് ലഭ്യമാണ്, കൃത്യമായിട്ട് അത് കാണണം. ഇവിടെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ള ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ 25ഓളം പ്രവാചകന്മാരെ പേര് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ തപ്പിന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല. അത് വളരെ വ്യക്തമാണ്. എന്നാലും അതൊക്കെ ഖുർആനിലുണ്ട് എങ്കിലും ഇവർ അതല്ലാത്ത രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിലുണ്ട്. അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അതിൻ്റെ കാരണം എന്താണെന്ന് ഒരുപാട് അധ്യായങ്ങളിൽ അള്ളാഹു അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഉദാഹരണമായിട്ട് പറയാം. സൂറത്ത് നഹ്ൽ 20-21 ആയത്ത്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ പറഞ്ഞിട്ടുള്ളത്? വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. അള്ളാഹുവിന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല. കാരണം മൊയ്തീൻ ഷേഖ് ഒന്നും പടച്ചിട്ടില്ല, CM മടവൂര് ഒന്നും പടച്ചിട്ടില്ല. സൂറത്ത് ഹജ്ജിൻ്റെ അവസാന ഭാഗത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഒരു ഈച്ചയെ പോലും അവർ പടയ്ക്കുന്നില്ല. ഈച്ച എന്തെങ്കിലും തട്ടി എടുത്ത് കൊണ്ടുപോയാൽ തന്നെ തിരിച്ചു പിടിക്കി തരാനും അവർക്ക് ആവില്ല. അവർ വെച്ചാൽ അവർ അള്ളാഹുവിന് പുറമെ ആരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? അവർ തന്നെ സൃഷ്ടികളാണ് എന്നാ. അവരൊന്നും പടക്കണില്ല, അവർ തന്നെ പടപ്പുകളാണ്. മാത്രമല്ല അംവാത്തിന് വൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. എപ്പോൾ പുനർജീവിപ്പിക്കും, അതായത് പിന്നെ എപ്പോഴാണ് അവർക്ക്, ഏത് സമയത്താണ് അവർ എഴുന്നേൽപ്പിക്കപ്പെടുക എന്നുള്ള കാര്യം പോലും അവർക്കറിയില്ല. മഹാന്മാരായ ഔലിയാക്കന്മാരത്രേ, അവർക്ക് എപ്പോഴാണ് പുനർജന്മം അതൊന്നും ഇവർക്ക് കൃത്യമായിട്ട് അവർക്ക് പറയാൻ കഴിയില്ല. അവർ മരണപ്പെട്ടവരാണ്, അവർക്ക് ജീവനില്ല. ഇതൊക്കെ ഖുർആൻ പഠിപ്പിച്ചതാ. എന്നാലും ഈ മരിച്ചവരെടുത്ത് പോയിട്ട് ഇവർ തേടുള്ളൂ. അതിന് ഉദാഹരണമാണ് ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ നോക്കി, ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ സമൂഹത്തിൽ പഠിപ്പിക്കുന്ന കോലാണ്. ആ വീഡിയോ ഒന്ന് കണ്ടോക്ക്. അതില് ഖൽവത്തിലിരുന്നു കൊണ്ട് എന്നെ 1000 തവണ ഒരാൾ വിളിച്ചാൽ അത് വാക്കൂടാ ഉത്തരം ചെയ്യും എന്നാ പറഞ്ഞത്. ഖൽവത്തിൽ എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്ത ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലത്തിനാണ് ഖൽവത്ത് എന്ന് പറയുക. അപ്പൊ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ ഖൽവത്ത് ഉണ്ടാവുക? അപ്പൊ ലൈറ്റും ഓഫാക്കുമ്പോൾ ഓരോരുത്തരും ഖൽവത്തിലായി മാറും. അങ്ങനെയാണ്. അല്ലെങ്കിൽ സ്വന്തമായിട്ടാണ് അത് ചൊല്ലേണ്ടത്. വാതിലടച്ചിരുന്നത്, വാതിലടച്ചില്ലെങ്കിലും ഖൽവത്ത് ഉണ്ടാകാൻ വേണ്ടി. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാമിനെ ഇവരെങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? എത്ര ദയനീയമാണ് ഇവരുടെ അവസ്ഥ. നിങ്ങൾ നോക്ക്. പിന്നെ ഈ മുസ്ലിയാർ പറയുന്ന കാന്തപുരത്തിൻ്റെ മകനാണ് അദ്ദേഹം. എന്താണ് പറയുന്നത്? ഷെയ്ഖ് ജീലാനിയെ ലൈറ്റ് കെടുത്തിയിട്ടും അല്ലാതെയും ആ രൂപത്തിൽ ഇഖ്ലാസോട് കൂടിയൊക്കെ വളരെ ഖൽവത്തിൽ അത് തനിച്ച് ഒറ്റയ്ക്കൊക്കെ ഇരുന്നിട്ട് 1000 തവണ വിളിച്ചാൽ പെട്ടെന്ന് ഉത്തരം ചെയ്യുമെന്നാണ്.
നോക്ക്, പരിശുദ്ധ ഖുർആൻ എത്ര തവണ പറഞ്ഞതാണ്. അവർ മരിച്ചവരാണ്, അവർ ജീവനുള്ളവരല്ല, ഒന്നും പടച്ചിട്ടില്ല, അവർ പടപ്പുകളാണ്, അവർ മരിച്ചവരാണ്. എന്തെല്ലാം ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് അതൊന്നും തലയിൽ കയറൂല. ഇപ്പൊ ഇവരുടെ അവസ്ഥ എത്രത്തോളം പിന്നെ കഠിനമായ, അതായത് ഇവരൊക്കെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാരത്രികമായ ലോകത്ത് റബ്ബ് ചോദ്യം ചെയ്യും. ഇവരുടെയൊക്കെ സാഹചര്യം, ഇവരുടെ അവസ്ഥയൊക്കെ എത്രത്തോളം ഭയാനകമായിരിക്കും. ഇവരെ ഇത്തിബാ ചെയ്യുന്നവരെ പിൻപറ്റുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? അവിടെ പരലോകത്ത് പോയിട്ട് ന്യായീകരിക്കാൻ പറ്റൂല. ഷെയ്ഖ് ജീലാനി 1000 തവണ വിളിച്ചാൽ പെട്ടെന്ന് ഉത്തരം ചെയ്യുമെന്നാണ് കുത്തുബിയത്തിലൊക്കെ ഉള്ളത്. അതാണ് ഈ മൂപ്പര് പറയാൻ കാരണം. എന്താണ് കുത്തുബിയത്തിലുള്ളത്? വമയുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മം ബിഹിമ്മതിഹി സർമൻ ലിഅഫ്വതിഹി അജബ്തുഹു മുസ്രിഅം മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീനി. അതായത് നേരത്തെ മൂപ്പര് പറഞ്ഞതുപോലെ തന്നെ 1000 തവണ വളരെ ആത്മാർത്ഥമായി, വളരെ ഖലാസോട് കൂടിയിട്ട് എന്നെ വിളിച്ചാൽ പെട്ടെന്ന് ഉത്തരം ചെയ്യുന്നവരാണ് ആര്? ഷെയ്ഖ് ജീലാനി. അപ്പൊ അദ്ദേഹത്തിന്റെ മേത്തൊക്കെ ഇവർ കളവ് വെച്ച് കെട്ടുകയാണ്. ഷെയ്ഖ് ജീലാനിയൊക്കെ തൗഹീദിന്റെ വക്താവാണ്. അദ്ദേഹം ഒന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ എഴുതി തയ്യാറാക്കുന്ന ഇവരുടെ തലയിൽ ഉദിച്ച കുറെ കാര്യങ്ങളാണ് ഇത്. എങ്ങനെയാണ് ഈ മൂപ്പരെ വിളിക്കേണ്ടത്? ഈ 1000 തവണ യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കേണ്ട 1000 തവണ. അങ്ങനെ വിളിച്ചാലല്ലേ ഉത്തരം ചെയ്യാന്ന് പറഞ്ഞത്. ഇനി എങ്ങനെയാ വിളിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. വെറുതെ വിളിച്ചാ പോരാ. മഅൽ ഫവാതിഹി വൽ ഖലാസ് ബിൽ ഖൽഅ യാ ഗൗസൽ അഅ്ലമി അബ്ദുൽ ഖാദിരി സുർഅ യാ സയ്യിദ് ഹ്ലുറിനി യാ മുഹിയദ്ദീനി. അതായത് 12 റക്അത്ത് നമസ്കരിക്കണം. ഷെയ്ഖിനെ വിളിക്കാനേ അതിൽ ഫാത്തിഹ ഇഖ്ലാസൊക്കെ ഓതി വളരെ ഇഖ്ലാസോട് കൂടി പിന്നെ ആ ഷെയ്ഖ് അവറുകളെ പെട്ടെന്ന് വന്നോ ഹാജറാകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 1000 തവണ വിളിക്കണം എന്നാണ്. അങ്ങനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുമെന്നാണ് ആര് പറഞ്ഞത്? പി മുസ്ലിയാർ പറഞ്ഞത്. ഇപ്പം ഇവരുടെ അവസ്ഥ എന്താണ്? ഇത് കേട്ടിട്ട് ജനങ്ങൾ ഇങ്ങനെ വിളിക്കുകയാണ്. എന്ത്? ഹാലിറൂ ഹാലിറൂ മുഹിയുദ്ദീൻ ഹാലിറൂ 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 ഈ മജ്ലിസിൽ ഹാലിറൂ. ഹാലിറൂ ഹാലിറൂ ഈ മജ്ലിസിൽ ഹാലിറൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ പിന്നെ മോൾ ഭാഗത്ത് മേലപ്പൊക്കെ പിടിച്ച് അതേപോലെ തന്നെ പിന്നെ ഒരു വലിയ സദസ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഷെയ്ഖ് ജീലാനിയെ വിളിക്കുകയാണ്. പിന്നെ ലൈറ്റൊക്കെ കെടുത്തി ഇതേ രൂപത്തിൽ ഇതൊക്കെ പ്രാന്ത് എന്നല്ലാതെ എന്തെന്നാ ഇപ്പൊ നിനക്ക് പറയാ? ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാണോ? അള്ളാഹുവിന്റെ റസൂലോ അല്ലെങ്കിൽ സഹാബത്തോ ഇങ്ങനെ ആടിയിട്ടുണ്ടോ? ആടാൻ പറഞ്ഞിട്ടുണ്ടോ? എന്ത് കോമാളി വേഷമാണ് ഇവർ കെട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ഇസ്ലാമിലുള്ളതാണോ?
ഇതൊക്കെ കണ്ടിട്ടായി ഈ ജനങ്ങൾ നോക്കി. ഇങ്ങനെയുള്ള മുസ്ലിയാക്കന്മാർ കൊടുക്കുന്ന പ്രചോദനം കൊണ്ടാണ് ഈ സാധുക്കള് ഇങ്ങനെ കൂക്കി വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഹാദിറു ഹാദിറു എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ തനി പ്രാന്താണ്. ഒരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം, ഇതുപോലത്തെ വട്ട് കേസുകൾ ഞാൻ അവരും കൂടി കാണിച്ചു തരാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സമൂഹത്തിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഈ മുസ്ലിയാക്കന്മാർ നേതൃത്വം കൊടുക്കുകയും ഇതേപോലെയുള്ള അനാചാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അത് നിർദ്ദേശിക്കുകയും ഇവർ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തതിന്റെ ദുരന്ത ഫലമാണ് ഇതേപോലെയുള്ള മനുഷ്യന്മാർ. നോക്ക്, നിങ്ങൾ ദഫ് മുട്ടിയിട്ട് അഴിഞ്ഞാടുക. ഇതൊക്കെ തനിച്ച പ്രാന്താണ്. ഇവരൊക്കെ കൊണ്ടുപോയി ചികിത്സിക്കല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. പറയുമ്പോൾ ജനങ്ങൾ സാധുക്കളാണ്, ഇവരെ പഠിപ്പിച്ചതാണ്. ഈ മുസ്ലിയാക്കന്മാര് ഇവരെ പഠിപ്പിച്ചതാണ്. ഇങ്ങനെയൊക്കെ വിളിച്ചോ, ഇതേ രൂപത്തിൽ ആടിക്കോ, ഇതേ രൂപത്തിൽ പാടിക്കോ, ദഫും മുട്ടിയിട്ട് യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ എന്ന് വിളിച്ചോ, എന്നാ ഉത്തരം ചെയ്യുമെന്ന് മുസ്ലിയാക്കന്മാര് പിന്നെ അതനുസരിച്ചാണ് ഈ സാധുക്കൾ ഈ വേഷം കെട്ടുന്നത്. ഇവരൊക്കെ നാളെ റബ്ബിനോട് മറുപടി പറയണ്ടേ? ഈ പറയുന്ന ഈ ആടിയവരും പാടിയവരൊക്കെ ഈ കാന്തപുരത്തിന്റെ മകനിക്കെതിരെ നാളെ പരലോകത്ത് റബ്ബിനോട് ദുആ ചെയ്യും, റബ്ബെ ഇരട്ടി ശിക്ഷ ഇവരൊക്കെ ഞങ്ങൾ പിൻപറ്റി, അതുകൊണ്ട് ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ട്. എന്നാൽ ഈ ആടിയവർ രക്ഷപ്പെടുമോ? ഇല്ല, ഇവർക്കും കിട്ടൂലേ? അതുകൊണ്ട് അള്ളാഹു തന്നിരിക്കുന്ന ബുദ്ധിയും ആ ചിന്താശക്തിയും വെച്ചുകൊണ്ട് അവരെ ആലയത്തിൽ കൊണ്ടുപോയി തല പണയം വെക്കാതെ കൃത്യമായി ദീൻ പഠിക്കാൻ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ, ഇന്ന് ഒരുപാട് ഇതൊക്കെ കൃത്യമായി പഠിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.